ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വദേശി വടയാണ്. നമ്മൾ ഉണ്ടക്കായതിലും ചെറിയ വേർഷനാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനം പഴമാണ്. നമ്മളിവിടെ 2 പഴം എടുക്കുന്നുണ്ട്. ആദ്യം വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. പിന്നെ പഴമെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെല്ലമാണ്. നമ്മളിവിടെ 3 ആണി വെല്ലം എടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് നമ്മൾ ജാറിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഈ പഴവും വെല്ലവും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെല്ലത്തിൻ്റെ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി മിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഒരു കുറച്ച് വെല്ലത്തിൻ്റെ കഷ്ണമെല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം അപ്പക്കാരം ആഡ് ചെയ്യണം. ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടി ആഡ് ചെയ്യണം. കുറച്ചായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഏകദേശം 1 കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ഇത് നന്നായിട്ട് മിക്സ് ആവില്ല. അതുകൊണ്ട് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇത് മിക്സ് ചെയ്യണം. ഏകദേശം ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ അടച്ചു വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കണം. ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കണം. കാരണം ഈ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ വെള്ളമാക്കുന്നത്. ഇനി നമ്മൾക്കിത് ചെറിയ ഉരുളകളാക്കി എണ്ണയിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് നേരം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിടണം. ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ചൂട് കൂടുതലാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്.
മൂടിയപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞു പോയി. അപ്പം നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന സ്വദേശി വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഉണ്ടക്കായിരിയെല്ലാം ചെറിയ വേർഷനാട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴും കിട്ടുന്നത്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.